ബലാത്സംഗ കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുക. നവമി ദിനേശ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, മുകേഷിനെതിരെ സർക്കാർ ഇത് സ്വാഭാവികമായും SIT എടുക്കുന്ന ഒരു നടപടി അങ്ങനെയല്ലേ നവമി? അതെ, രാഷ്ട്രീയപരമായും കേസുപരമായും സർക്കാരിന് അത് വലിയൊരു പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന വലിയ രീതിയിലൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുകേഷിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം നൽകിയ സാഹചര്യത്തിൽ ഇനി കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ മുകേഷ് കേസ് അട്ടിമറിക്കുമെന്ന തരത്തിൽ സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു വാർത്ത ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് എന്തായാലും സർക്കാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അന്വേഷണ സംഘം ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ മുകേഷ് മുൻകൂർ ജാമ്യം നൽകിയ മുകേഷിന്റെ ഈ ഒരു മുൻകൂർ ജാമ്യം നൽകിയ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം. ഒപ്പം അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവിലുള്ളത്. 15 വർഷം പഴക്കമുള്ള കേസാണെന്ന ലാഘവത്തോടെ ഇതിനെ കാണാൻ കഴിയില്ല. വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ട ഒരു ഉത്തരവാണെന്നും ഇതിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസ് പരിഗണിക്കുകയും വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. അത് ഈ അന്വേഷണ സംഘത്തിന് ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ്. അത് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് മുകേഷിനെ സംബന്ധിച്ച് ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ ഈ ഉത്തരവിലുണ്ട് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അത് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറത്തുവിട്ട ഈ ഒരു പേജിൽ അതിലെ ചില വസ്തുതകൾ വിശദമായ ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല എന്നുകൂടി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. നവമി ദിനേശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.